ക്യൂബയിൽ എണ്ണയില്ല, പണമില്ല, ഒന്നുമില്ല. സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയെ നോക്കി പരിഹസിക്കുന്നത് ഇങ്ങനെയാണ്. ലാറ്റിൻ അമേരിക്കയിലെ സോഷ്യലിസ്റ്റ് കോട്ടയായ ക്യൂബ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുകയാണ്. സ്കൂളുകൾക്ക് നിർബന്ധിത അവധി, ആശുപത്രികൾ പൂട്ടുന്നു, തെരുവുകളിൽ മാലിന്യം കുന്നുകൂടുന്നു. വെനസ്വേലയെ ലക്ഷ്യം വെച്ച് അമേരിക്ക തൊടുത്ത ഉപരോധം എങ്ങനെയാണ് ക്യൂബ എന്ന ദ്വീപ് രാജ്യത്തിലെ ജനങ്ങളെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിട്ടത് എന്ന് നോക്കാം. ക്യൂബയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായിരുന്നു വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ. വെനസ്വേലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സൈനികമായി ഇടപെട്ട് അമേരിക്ക അവിടെ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ക്യൂബയിലേക്കുള്ള എണ്ണ വിതരണം പൂർണ്ണമായും നിലച്ചു. ഇതോടെ ക്യൂബൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിഞ്ഞു. ഗതാഗതം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സമസ്ത മേഖലകളും സ്തംഭിച്ചിരിക്കുകയാണ്. വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് നിലച്ചു. മിക്ക ഹോട്ടലുകളും അടച്ചുപൂട്ടി. ക്യൂബയ്ക്ക് വലിയ തോതിൽ വിദേശ നാണയം നേടിത്തന്നിരുന്ന ലോകപ്രശസ്തമായ ഹബാനോസ് സിഗാർ ഫെസ്റ്റിവൽ പോലും ഇത്തവണ റദ്ദാക്കേണ്ടി വന്നു. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ബ്രിട്ടനും കാനഡയും തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ധനക്ഷാമം രൂക്ഷമായതുകൊണ്ട് തന്നെ വിനോദയാത്രയ്ക്കോ മറ്റ് ആഘോഷങ്ങൾക്കോ വേണ്ടി അങ്ങോട്ട് പോകരുത് എന്ന് ബ്രിട്ടനും കാനഡയും അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ സഞ്ചരിക്കാൻ ടാക്സിയോ ബസ്സോ കിട്ടില്ല. ഹോട്ടലുകൾ പലതും അടച്ചിട്ടിരിക്കുകയാണ്, പൂട്ടിയിട്ടിരിക്കുകയാണ്. ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുണ്ട്. ഇന്ധനക്ഷാമം ജനജീവിതത്തെ എത്രത്തോളം ബാധിച്ചു എന്നറിയാൻ ഹവാനയിലെ തെരുവുകളിലേക്ക് നോക്കിയാൽ മതി. മാലിന്യ നീക്കം നിലച്ചിട്ട് 10 ദിവസത്തിലധികമായി. തലസ്ഥാനത്ത് മാലിന്യം ശേഖരിക്കാൻ ആകെയുള്ള 106 ട്രക്കുകളിൽ 44 എണ്ണം മാത്രമാണ് ഇപ്പോൾ ഓടുന്നത്. ബാക്കിയുള്ളവ ഇന്ധനമില്ലാതെ കട്ടപ്പുറത്താണ്. ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ ഭീഷണി കൂടി ഉയർത്തുന്നുണ്ട്. ഭക്ഷണത്തിന് പോലും ജനം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. കമ്പനികൾ തൊഴിലാളികളോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിക്കുന്നു. എന്തിന്? സർക്കാർ ആശുപത്രികൾ പോലും അത്യാവശ്യ സർവീസുകൾ നിർത്തിവെക്കുന്ന സാഹചര്യം വരെ എത്തിയിരിക്കുന്നു. ഇതിനിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് കടുപ്പിക്കുകയാണ്. പരാജയപ്പെട്ട രാജ്യം എന്നാണ് അദ്ദേഹം ക്യൂബയെ വിശേഷിപ്പിച്ചത്. സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകരും മുൻപ് ക്യൂബ ഒരു കരാറിലെത്തണമെന്നും ക്യൂബയ്ക്ക് ആരെങ്കിലും എണ്ണ നൽകിയാൽ അവർക്കുമേലും ഉപരോധം വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നു. എന്നാൽ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ക്യൂബൻ വിദേശകാര്യമന്ത്രിയുടെ മറുപടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി ചർച്ച നടത്തി പരിഹാരം കാണാൻ ക്യൂബ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ദുരിതത്തിലായ ജനതയ്ക്ക് സഹായവുമായി മെക്സിക്കോ 2 കപ്പലുകൾ അയച്ചതും ഐക്യരാഷ്ട്രസഭ വഴി സഹായം എത്തിക്കുമെന്ന സ്പെയിനിന്റെ ഉറപ്പുമാണ് ക്യൂബയുടെ നിലവിലെ ആശ്വാസം. ചുരുക്കത്തിൽ വൻ ശക്തികളുടെ രാഷ്ട്രീയ വടംവലിയിൽ ശ്വാസം മുട്ടുന്നത് ക്യൂബയിലെ സാധാരണ ജനങ്ങളാണ്. റഷ്യയുടെയും മെക്സിക്കോയുടെയും സഹായം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ക്യൂബയെ എത്രത്തോളം സഹായിക്കുമെന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.